നീ എൻ ജീവനിൽ ഭാഗം 22. അവൻ എന്ത് ചെയ്താലും ഇനി ഇവളെ അവന് കിട്ടില്ല. അത് അവൻ മനസ്സിലാക്കണം. അങ്ങനെ ഒരു തിരിച്ചറിവ് അവന്റെ ഉള്ളിലുണ്ടായാൽ മാത്രമേ അവന്റെ ഈ അവസ്ഥയിൽ നിന്നും നമുക്ക് അവന് മാറ്റിയെടുക്കാൻ പറ്റൂ. ഇപ്പൊ നിന്റെ ഈ വരവ് പോലും അതിനല്ലേ? നിനക്ക് അവനെ നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ? ശ്രീദേവ് ചോദിച്ചു. അതെ, എനിക്ക് വേണം സഞ്ജീവിനെ. ഈ ഭൂമിയിൽ എനിക്കിപ്പോ ആരുമില്ല. അന്ന് ആ രാത്രി അത് സംഭവിച്ചു. അത് ഇനി അതോർത്തിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഈ ഭൂമിയിൽ ആരുമില്ലാതെ ആകുന്ന ഒരവസ്ഥ, അതിപ്പോ ഞാൻ നന്നായിട്ട് അറിയുന്നുണ്ട്. എൻ്റെ അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ സഞ്ജീവും. പക്ഷെ ഒരു വ്യത്യാസം, ഒരുപാട് പേരുണ്ടായിട്ടും ആരുമില്ലാത്ത അവസ്ഥ. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, സ്ത്രീക്കുട്ടി പറഞ്ഞു. അതോർത്ത് നീ ഇനി ടെൻഷൻ ആവണ്ട. അവനെ മാറ്റിയെടുക്കാൻ നിനക്ക് പറ്റും. നീ ഒന്ന് ശ്രമിച്ചു നോക്കൂ. എന്തിനും നിന്റെ കൂടെ ഞങ്ങളുണ്ടാകും. നീ അതല്ലേ ആഗ്രഹിക്കുന്നത്? ശ്രീദേവ് ചോദിച്ചതും അതെ, താൻ മനസ്സിൽ കാണുന്നത് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ആ സമയം അവൾ ഓർത്തു. പക്ഷെ പെട്ടെന്ന് നീ റിസൾട്ട് പ്രതീക്ഷിക്കരുത്. കാരണം സഞ്ജീവിന്റെ മനസ്സിൽ ആഴത്തിൽ വേരിറങ്ങിപ്പോയതാണ് ദക്ഷ എന്ന പെണ്ണിനോടുള്ള പ്രണയം. അത് തുറന്നു പറയാതെ പോയതിന്റെ ദേഷ്യം, തനിക്ക് താൻ സ്നേഹിച്ച പെണ്ണിനെ നഷ്ടമായി പോയല്ലോ എന്നോർത്തുള്ള സങ്കടം, എല്ലാം കൂടി ചേർന്നതാണ് ഇപ്പോൾ സഞ്ജീവിന്റെ മാനസികാവസ്ഥ. അവന്റെ മനസ്സിനെ താളം തെറ്റിക്കുന്ന കാര്യവും അത് തന്നെയാണ്. അത് കണ്ടറിഞ്ഞ് അവന് കൂടെ നിൽക്കുക, അവന്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും. അതിനുവേണ്ടി നീ ഒരുപാട് സഹിക്കേണ്ടി വരും. പക്ഷേ അങ്ങനെ നിന്നാൽ ഒരുപക്ഷെ നിനക്ക് നീ ആഗ്രഹിക്കുന്ന സഞ്ജീവുമൊത്തുള്ള ജീവിതം നിനക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ച് നിന്റെ സ്നേഹം അവൻ പെട്ടെന്ന് അംഗീകരിക്കും എന്നുള്ളൊരു തോന്നല് വേണ്ട. അതൊരിക്കലും സംഭവിക്കില്ല. പതിയെ പതിയെ അവൻ മാറ്റിയെടുക്കാനേ പറ്റൂ. ഇവളെ സ്നേഹിച്ചതിന്റെ പേരില് ഈ ഒരവസ്ഥയിലേക്ക് എത്തിയത് കൊണ്ട് മാത്രമാണ് അവനെ ഞാൻ വെറുതെ വിടുന്നതും അവന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നതും. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇതിന് കൂടെ നിൽക്കില്ല. കാരണം ഞങ്ങളുടെ സന്തോഷങ്ങളെ ഇല്ലാതാക്കിയതാണ് അവൻ. അതുകൊണ്ട് അത് പെട്ടെന്ന് മറന്നു കളയാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റില്ല. എന്നാലും ഞാൻ പറയുകയാണ്, അവന്റെ മനസ്സ് കൈവിട്ട് പോകാതെ നോക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നീ മുന്നിൽ നിന്നാൽ നിന്റെ കൂടെ ഞങ്ങളുണ്ടാകും ഒരു സഹായത്തിന്. അത് മാത്രമേ എനിക്ക് നിനക്ക് വാക്ക് തരാൻ പറ്റൂ, ശ്രീദേവ് പറഞ്ഞു. അവൾ ദക്ഷയെ നോക്കി. അതെ, ദേവ് പറഞ്ഞത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിന്റെ പ്രണയം, നിന്റെ ഇഷ്ടം അവൻ തിരിച്ചറിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ നിന്നെ സ്വീകരിക്കും. അതിനുവേണ്ട സഹായം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ മുൻപന്തിയിൽ നീ തന്നെ നിൽക്കണം. എന്നാൽ മാത്രമേ നിനക്ക് അവന്റെ മനസ്സിലേക്ക് കയറിപ്പറ്റാൻ പറ്റൂ, ദക്ഷ പറഞ്ഞു. എനിക്കറിയാം ദക്ഷ, ഞങ്ങൾ രണ്ടുപേരും കാരണം ഒരുപാട് വേദനിച്ചവരാണ് നിങ്ങൾ രണ്ടുപേരും. എന്നിട്ടും എന്നെ നിങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞത് തന്നെ വലിയൊരു കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഞാൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ടല്ല. എൻ്റെ അപ്പോഴത്തെ അവസ്ഥ അതായിരുന്നു. അത് നീ മനസ്സിലാക്കണം. അല്ലാതെ ഞാൻ ഒരിക്കൽ എൻ്റെ ദച്ചുവിനെ ചതിക്കില്ലായിരുന്നു. പക്ഷെ ഇനി എനിക്ക് നിന്റെ ജീവിതത്തിൽ പഴയ സ്ഥാനം ഉണ്ടാകുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ മനസ്സിലെപ്പോഴും നീ ഉണ്ടാകും. എത്രയൊക്കെ നീ എന്നെ വേദനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഞാൻ തിരിച്ചു പിടിക്കാൻ നോക്കിയത് എൻ്റെ ജീവിതമായിരുന്നു. അതെനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യടാ. ഇനി എനിക്ക് എൻ്റെ ശരീരം മറ്റൊരാൾക്ക് മുന്നിൽ പങ്കുവയ്ക്കാൻ വയ്യ ദക്ഷ. എൻ്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ കൂടി എന്നെ സ്വന്തമാക്കിയതാ. ഇനി മറ്റൊരാൾ എൻ്റെ ജീവിതത്തിലേക്ക് വേണ്ട എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ശ്രീകുട്ടി പറഞ്ഞതും ദക്ഷയുടെ നെറ്റി ചുളുങ്ങി. അവൾ ദേവിനെ നോക്കി. അവിടെ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ചെറിയൊരു പുഞ്ചിരിയോടെ അവളെ നോക്കി നിൽക്കുന്ന ദേവിനെ കണ്ടതും, നീ ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞാൽ സഞ്ജയ് ഇവിടെയുണ്ടോ? ദക്ഷ ചോദിച്ചു. ഉണ്ട്, നിന്റെ തൊട്ടടുത്തുണ്ട്. എന്താ? ശ്രീകുട്ടി പറഞ്ഞതും ഒരു ഞെട്ടലോടെയാണ് ദക്ഷ ചോദിച്ചത്. അതെ ദക്ഷ, ആ കാണുന്ന വില്ല സഞ്ജയുടെയാണ്. അവൻ അവിടെയുണ്ട്. ആകെ തകർന്ന്
നെറ്റിയെല്ലാം അടിച്ച് പൊട്ടിച്ച് വല്ലാത്തൊരവസ്ഥയിൽ ഭ്രാന്തിന്റെ അവസ്ഥയിലേക്ക് മാറുകയാണോ എന്ന് പോലും എനിക്ക് പേടിയുണ്ട്. ഇപ്പോ 2 സ്ലീപ്പിംഗ് മിൽസ് കൊടുത്തിട്ടാണ് ആൾ ഉറങ്ങിയിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ പുറത്തേക്ക് വന്നത്. അവിടെ സഹായത്തിന് ഗോപിച്ചേട്ടൻ ഉണ്ട്. ഒരു പ്രായമുള്ള ചേട്ടനാണ്. സഞ്ജീവിന്റെ ചെറുപ്പം മുതൽ വീട്ടിലുണ്ടായിരുന്ന ആളാണ്. സഞ്ജീവിനെ നന്നായിട്ട് അറിയുന്നത് കൊണ്ട് സഞ്ജീവിന്റെ കൂടെ തന്നെയുണ്ട്. അദ്ദേഹവും സഞ്ജീവിന്റെ അവസ്ഥ കണ്ട് ആകെ സങ്കടത്തിലാണ്. സഞ്ജീവിനെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാള്. ശ്രീകുട്ടി പറഞ്ഞതും, ദക്ഷ, തനിക്കറിയാം, ആളെ താൻ കണ്ടിട്ടുണ്ട്. ശ്രീദേവ് പറഞ്ഞതും, ആരെ? സഞ്ജീവിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ ഗോപി എന്ന് പറയുന്ന ചേട്ടനാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നാണ് നമ്മളന്ന് മീൻ വാങ്ങിയത്. ഓർക്കുന്നുണ്ടോ? നമ്മളന്ന് ഇവിടെ നിന്നപ്പോ കായൽക്കരയിൽ വന്ന് മീൻ തന്നത്. ഉണ്ട്, ഓർക്കുന്നുണ്ട്. അതെങ്ങനെ സഞ്ജീവിന്റെ? നീ എവിടെയുണ്ടോ അവിടെയെല്ലാം സഞ്ജീവിന്റെ ആളുകളുണ്ട്. അതാരൊക്കെയാണെന്ന് എനിക്കും വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ വലിയ പ്രശ്നമാക്കാത്തത്. ഞാനും നിന്റെ കൂടെ തന്നെയുണ്ടല്ലോ. ഇപ്പോ ഈ യാത്രയിൽ പോലും ചിലപ്പോൾ ഉണ്ടാകും നമ്മുടെ കൂടെ. ശ്രീദേവ് പറഞ്ഞതും, ശ്രീദേവ്, ഇനി സഞ്ജീവ് ഉപദ്രവിക്ക? ഇല്ല, അങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ല നിന്നെ. ചിലപ്പോ എന്നെ എന്തെങ്കിലും ചെയ്യും, എന്നാലും അവൻ നിന്നെ ഉപദ്രവിക്കില്ല. ശ്രീദേവ് പറഞ്ഞതും, വേണ്ട, ഞാൻ സംസാരിക്കാം സഞ്ജീവിനോട്, നിർത്താൻ പറയാം. എനിക്കൊരിക്കലും സഞ്ജീവിന്റെ ജീവിതത്തിലേക്ക് കയറി വരാൻ പറ്റില്ല എന്ന് ഞാൻ പറയാം. എനിക്ക് വയ്യ ഇങ്ങനെ ആദ്യ പിടിച്ച് ഒരു നല്ല യാത്ര പോലും നടത്താൻ പറ്റാതെ. എന്തിനെങ്ങനെ? ഞാൻ സംസാരിക്കാം ശ്രീകുട്ടി, നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷ അവളുടെ കൈ പിടിച്ച് നടക്കാൻ പോയതും പെട്ടെന്ന് ദേവ് ദക്ഷയുടെ കയ്യിൽ പിടിച്ചു. ദക്ഷ, നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവന്റെ മനസ്സിലേക്ക് അതൊന്നും കയറിയില്ല. അവന്റെ മനസ്സ് താളം തെറ്റി നിൽക്കാണ്. ആദ്യം സഞ്ജീവിനെ നല്ലൊരു ഡോക്ടറെയാണ് കാണിക്കേണ്ടത്. പക്ഷേ അവനൊരിക്കലും അത് സമ്മതിച്ചു തരില്ലല്ലോ. അതുകൊണ്ട് ശ്രീകുട്ടി ചെയ്യേണ്ടത് അവനെ നല്ലൊരു ഡോക്ടറെ കാണിക്കുക എന്നാണ്. അതിന് വേണ്ട കാര്യങ്ങൾ, അതിന് എന്ത് വഴി വേണമെങ്കിലും സ്വീകരിക്കാം. അവനെ എങ്ങനെയെങ്കിലും ഒരു ഡോക്ടറിന്റെ മുന്നിൽ എത്തിക്കുക, അല്ലെങ്കിൽ ഡോക്ടറെ അവന്റെ മുന്നിൽ എത്തിക്കുക. അവനോട് ഡോക്ടർ സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ശ്രീദേവ് പറഞ്ഞു. ഞാനും അത് ആലോചിച്ചു ദേവ്. ഇപ്പോഴും ദക്ഷ എന്ന ഭ്രാന്ത് അവന്റെ മനസ്സിൽ നിന്നും മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ദക്ഷയെ തന്നെയായിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനു വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യാം. അതിനുള്ള വഴിയൊന്നും എൻ്റെ മുന്നിലില്ല, പക്ഷെ ഞാൻ ചെയ്യും. കാരണം എനിക്ക് തിരിച്ചു പിടിച്ചേ പറ്റൂ. എനിക്ക് തിരിച്ചു കൊണ്ടുവരണം സഞ്ജീവിനെ നല്ലൊരു മനുഷ്യനായി, ശ്രീകുട്ടി പറഞ്ഞു. ദക്ഷ അവളുടെ കയ്യിൽ പിടിച്ചു. ധൈര്യമായിട്ടിരിക്ക്, എല്ലാം ശരിയാവും. ഇനിയിപ്പോ നീ ഉണ്ടാകണം സഞ്ജീവിന്റെ കൂടെ. എന്നെ പ്രണയിച്ചു എന്നതിന്റെ പേരിൽ ഒരാളുടെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കുന്നത് കാണുമ്പോൾ എനിക്കും നല്ല വേദനയുണ്ട്. എന്തായാലും സഞ്ജീവിനെ നല്ലൊരു മനുഷ്യനായി തിരിച്ചു കൊണ്ടുവരാൻ നിന്റെ കൂടെ ഞങ്ങളുണ്ടാകും, എന്ത് സഹായത്തിനും, ദക്ഷ പറഞ്ഞു. ശ്രീകുട്ടി അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ പഴയ ശ്രീകുട്ടി ആകണമെന്ന് ആഗ്രഹമുണ്ട് ദക്ഷ, പക്ഷെ എന്തായാലും ഇപ്പൊ വേണ്ട. അപ്പോഴാണ് ശ്രീകുട്ടിയുടെ കയ്യിലെ ഫോൺ റിങ് ചെയ്യുന്നത്. അത് കണ്ടതും അവൾ ഫോൺ എടുത്തു നോക്കി. അതിൽ ഗോപിച്ചേട്ടൻ എന്ന പേര് തെളിഞ്ഞതും അവൾ ശ്രീദേവിനെയും ദക്ഷയെയും നോക്കി. പിന്നെ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. മോളെ, സഞ്ജീവ് അവൻ എഴുന്നേറ്റു. അവൻ എവിടെയോ പോവാനുള്ള തയ്യാറെടുപ്പിലാണ് മോളെ. എനിക്ക് തോന്നുന്നു ശ്രീദേവും ദക്ഷയും എവിടെയൊക്കെ യാത്ര പോകുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇനി അവൻ അങ്ങോട്ട് പോകാൻ. അദ്ദേഹം അത്രയും പറഞ്ഞതും അവൾ ശ്രീദേവിനെയും ദക്ഷയെയും ഒന്നുകൂടി നോക്കി. ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്തു. എന്തുപറ്റി? അവളുടെ മുഖത്തെ പേടിയും പരിഭ്രമവും കണ്ടുകൊണ്ട് ദക്ഷ ചോദിച്ചു. അത് ഗോപിച്ചേട്ടനാണ് വിളിച്ചത്. സഞ്ജീവ് എഴുന്നേറ്റു എന്ന് പറഞ്ഞു. ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണെന്ന് പറഞ്ഞു. അത് കേട്ടതും ശ്രീദേവിന്റെ ചുണ്ടില് ഒരു പുഞ്ചിരി വിരിഞ്ഞു. പേടിക്കണ്ട, നമ്മുടെ ഒപ്പമുള്ള യാത്രയിലാണ്. എന്താ? ശ്രീദേവ് പറഞ്ഞതും ദക്ഷ അവന്റെ കയ്യിൽ പിടിച്ചു. എന്താ ദേവ് പറഞ്ഞത്? നമ്മുടെ ഒപ്പോ? അതെ, നമ്മൾ ഇങ്ങനൊരു യാത്ര പ്ലാൻ ചെയ്തപ്പോ തന്നെ ഞാൻ ഉറപ്പിച്ചിരുന്നു നമ്മുടെ കൂടെ എന്തായാലും
നമ്മളെ ഫോളോ ചെയ്തുകൊണ്ട് അവനുണ്ടാകുമെന്ന്. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുകയും വേണ്ട. എന്തായാലും അവൻ വരട്ടെ. പിന്നീട് ശ്രീദേവ് ശ്രീകുട്ടിയെ നോക്കി. ശ്രീകുട്ടി, ഈ യാത്രയിൽ സഞ്ജീവ് ഞങ്ങളുടെ പുറയ്ക്കും ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അവന്റെ ആളുകളും ചിലപ്പോൾ ഉണ്ടാകും. ഞാനിപ്പോ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ യാത്രയിൽ സഞ്ജീവിന്റെ ഒപ്പം നീ കൂടി ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴേക്കും നിനക്ക് ചിലപ്പോൾ നിന്റെ സഞ്ജീവിനെ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും നീ ഈ യാത്രയിൽ സഞ്ജീവിന്റെ കൂടെ കയറി പറ്റാൻ നോക്കണം. അതിന് കുറെ ബുദ്ധിമുട്ടേണ്ടി വരും. പക്ഷേ എന്തായാലും നീ അവന്റെ ഒപ്പം ജീവിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇതുപോലെയുള്ള ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും. അതെല്ലാം സഹിക്കാൻ റെഡിയാണെങ്കിൽ മാത്രം നീ അവനുമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ യാത്രയിൽ നീ ഉണ്ടാകണം അവന്റെ കൂടെ. ശ്രീദേവ് പറഞ്ഞു. ഉണ്ടാകും ശ്രീദേവ്. ഞാനത് ആലോചിച്ച കാര്യം തന്നെയാണ്. ഇങ്ങനൊരു കാര്യം എന്നോട് ഗോപിച്ചേട്ടൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു. ഇങ്ങനൊരു യാത്ര സഞ്ജീവ് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനും കൂടി ഉണ്ടാകുമെന്ന്. അത് തിരിച്ചു വരാനാണെങ്കിലും ഇനി അഥവാ ഒരു മടക്കയാത്ര ഇല്ലെങ്കിലും ഞാനുണ്ടാകും സഞ്ജീവിന്റെ കൂടെ, ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും. അത്രയും പറഞ്ഞുകൊണ്ട് പിന്നെ അവരെ നോക്കാതെ ശ്രീകുട്ടി തിരിഞ്ഞു നടന്നിരുന്നു. അവൾ പോകുന്നത് നോക്കി ദക്ഷ നിന്നു. അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു തൂകിയിരുന്നു. ആ സമയം ദേവ് അവളെ ചേർത്ത് പിടിച്ചിരുന്നു. എന്തിനാ കരയുന്നത്? ഒരുപക്ഷെ ഇതെല്ലാം നല്ലതിനായിരിക്കാം, എല്ലാം കലങ്ങി തെളിയുന്നതായിരിക്കാം. അതുകൊണ്ട് സങ്കടപ്പെടേണ്ട. വരട്ടെ സഞ്ജീവ്, കൂടെ ശ്രീകുട്ടിയും. നമുക്ക് ചിലപ്പോ ഈ യാത്ര ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു യാത്രയായിരിക്കും. അത് നല്ലതായിരിക്കാം ചിലപ്പോൾ സംഭവിക്കുന്നത്, അത് മോശമായ കാര്യം കൊണ്ടും ആയിരിക്കാം. പക്ഷേ എന്തിനും നിന്റെ കൂടെ ഞാനുണ്ടാവും. അതുപോലെ നിനക്ക്. മതി. ശ്രീദേവ് പറഞ്ഞതും ദക്ഷ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. മതി ദേവ്, എനിക്ക് ദേവ് കൂടെയുണ്ടെങ്കിൽ മറ്റൊന്നിനെ കുറിച്ചും ഞാൻ ചിന്തിക്കില്ല. ശ്രീകുട്ടി പറഞ്ഞതുപോലെ ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും ഒരുമിച്ച് ഞാനുണ്ടാകും. ദക്ഷയും പറഞ്ഞു. ശ്രീദേവ് അവളെ ചേർത്ത് പിടിച്ചു. ശ്രീകുട്ടിയുടെ ആവശ്യം ന്യായമാണ്. സഞ്ജീവിനെ അവളെക്കാൾ മറ്റാരും അർഹിക്കുന്നില്ല. അത് അവൻ കൂടി തിരിച്ചറിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ സോൾവ് ആവും. നമ്മുടെ മാത്രമല്ല, ഒരുപാട് പേരുടെ പ്രശ്നങ്ങള് സഞ്ജീവ് എന്ന് പറയുന്ന വ്യക്തി വിചാരിച്ചാൽ തീരാവുന്നതേയുള്ളൂ. ജീവിതം സന്തോഷകരമാകാവുന്നതേയുള്ളൂ. ശ്രീദേവ് പറഞ്ഞു. വാ, അവര് കാത്തു നിൽക്കുന്നുണ്ട്. ഇനി ഇതറിയുമ്പോൾ അവന്മാരുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ഊഹിക്കാലോ. പക്ഷെ നമ്മൾ അതൊന്നും നോക്കുന്നില്ല. അവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണം. ശ്രീദേവ് പറഞ്ഞുകൊണ്ട് ദക്ഷയും കൊണ്ട് വില്ലയിലേക്ക് നടന്നു. അവിടെ ചെന്നപ്പോഴേ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാവരും. ദേവ്, എന്താ നിന്റെ വിചാരം? ഇപ്പൊ നിങ്ങളുടെ ലൈഫ് ഒന്ന് ഓക്കെ ആയിട്ട് വരുന്നതേയുള്ളൂ. അപ്പോഴേക്കും നീ വീണ്ടും പ്രശ്നത്തിലാകാൻ നോക്കുകയാണോ? വേണ്ട ദേവ്, നിങ്ങളുടെ സന്തോഷങ്ങളിലേക്ക് കരിനിഴലായി ഇനി ആരെയും കടത്തണ്ട. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. അവളെ ഇനിയും ചതിക്കില്ലെന്ന് ഉറപ്പില്ല. അതുകൊണ്ടാ പറയുന്നത്, വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് പോകണ്ട. അവർ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ റോയും ശങ്കറും പറഞ്ഞു. അറിയാം, നമ്മുടെ എല്ലാവരുടെയും അനുഭവം കൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന് എനിക്കറിയാം. പക്ഷേ അത് മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, മറുഭാഗം കൂടി നമ്മൾ ആലോചിക്കണമല്ലോ. പിന്നീട് ശ്രീകുട്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോ ഈ യാത്രയിൽ നമ്മളെ ഫോളോ ചെയ്ത് അവനുണ്ടോ? എന്നെ സൂക്ഷിക്കണം ദേവ്, വളരെയധികം സൂക്ഷിക്കണം. അവൻ, നിങ്ങൾ പറഞ്ഞത് വെച്ചാണെങ്കിൽ അവന്റെ മനോനില തകർന്നിരിക്കുകയാണ്. അവൻ എന്തോ ചെയ്യും, എന്തും. അതുകൊണ്ട് പറയുന്നത്, വെറുതെ നീ അവനെ നമ്പല്ലേ. അവനെ ബ്ലോക്ക് ചെയ്യാൻ നോക്ക്. ഈ യാത്രയിൽ അവൻ നമ്മുടെ കൂടെ വരാൻ പാടില്ല. അല്ലെങ്കിൽ ഈ യാത്ര നമുക്ക് ക്യാൻസൽ ചെയ്യാം. റോയ് പറഞ്ഞു. ഇല്ല, ഈ യാത്ര നമ്മൾ ക്യാൻസൽ ചെയ്യുന്നില്ല. നമ്മൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ അവനും നമ്മളെ ഫോളോ ചെയ്തു വരും. അവന്റെ കൂടെ ശ്രീകുട്ടിയും ഉണ്ടാകും. നീ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? ശ്രീദേവിനോട് വിശ്വൻ ചോദിച്ചു. ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാ, സഞ്ജീവ് എന്ന് പറയുന്ന വ്യക്തി എന്റെ ഈ പെണ്ണിനെ പ്രണയിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് കിട്ടാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികളാണ് ഇതെല്ലാം. പ്രണയം തെറ്റല്ല, പക്ഷെ പ്രണയിക്കുമ്പോൾ അതിന്റെ മറുഭാഗത്ത് നിൽക്കുന്ന ആൾക്കും ആ സെയിം ഫീലിംഗ് വേണം. അല്ലെങ്കിൽ
അത് പിടിച്ചെടുക്കാൻ നോക്കരുത്. സന്തോഷത്തോടെ വിട്ടുകൊടുക്കണം. പക്ഷേ അത് ചെയ്യാതിരുന്നതാണ് സഞ്ജീവ് പ്രഭാകർ ചെയ്ത തെറ്റ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീ ശ്രീകുട്ടിയായിരിക്കും. അവന്റെ പ്രണയം അത്രത്തോളം ഡീപ്പാണ്. ഒരാൾക്കും ഇതുപോലെ പ്രണയിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ചില നേരത്ത് തോന്നുന്നുണ്ട് സഞ്ജീവിന്റെ പ്രവൃത്തി കാണുമ്പോൾ. അത് പക്ഷേ വന്യമാണ്, ഭീകരമാണ്, വയലൻസ് ആണ്. അതാണ് സഞ്ജീവിന്റെ പ്രണയം. ശ്രീദേവ് പറഞ്ഞു. നീ ആള് കൊള്ളാലോ ശ്രീദേവ്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? വില്ലനെ നായകനാക്കാനുള്ള ശ്രമമാണോ നീ നടത്തുന്നത്? എന്നാ വേണ്ട, വില്ലൻ വില്ലൻ തന്നെയാണ്, ശങ്കർ പറഞ്ഞു. അല്ലല്ലോ, വില്ലന്മാരിലും നല്ലവരുണ്ടോ. അതുകൊണ്ട് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നന്നാവണമെങ്കിൽ നന്നാവട്ടെ. ഒരു ജീവിതം ശ്രീകുട്ടിക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. അതുപോലെ നല്ലൊരു ജീവിതം സഞ്ജീവിന് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. ഇവന്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വല്ലാത്തൊരു സങ്കടമല്ലേ, വല്ലാത്തൊരു നോവല്ലേ സഞ്ജീവ്. ഇവൻ നമ്മുടെ മുന്നിൽ പറയുന്നില്ലെങ്കിലും ഇവന്റെ മനസ്സിലും സഞ്ജീവ് ഒരു നോവായിട്ടുണ്ടാകും. അതുകൊണ്ട് എന്തായാലും ഈ ഒരു യാത്ര നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇനിയിപ്പോ അതൊക്കെ വിട്. എല്ലാവരും പാക്ക് ചെയ്ത് കഴിഞ്ഞോ? ആ, എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞു. അപ്പോഴല്ലേ ഈ ഒരു പ്രശ്നം. ഉള്ള സന്തോഷം മുഴുവനും പോയി, ശങ്കർ പറഞ്ഞു. എവിടെ പോവാൻ? എങ്ങും പോയിട്ടില്ല. നമ്മൾ ഹാപ്പി ആയിട്ട് പോയിട്ട് വരും. ഈ യാത്ര അടിപൊളിയായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത യാത്രയായിരിക്കും, ശ്രീദേവ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടി പാക്കിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് ദക്ഷയുടെ കൈ പിടിച്ച് അവരുടെ റൂമിലേക്ക് പോയി. വിശ്വം, ഇത് പ്രശ്നമാകുമോ? അവൻ ഈ യാത്ര അറിഞ്ഞ് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. ശ്രീദേവിനെയും ദക്ഷയെയും ശ്രദ്ധിച്ചേ പറ്റൂ. എല്ലാവരുടെയും ശ്രദ്ധ ശ്രീദേവിലും ദക്ഷയിലും ഉണ്ടാകണം, റോയ് പറഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.